നമ്മുടെ ഒരു സന്തോഷകരമായ യാത്രാവിശേഷം എന്ന് പറയട്ടെ. നമ്മൾ ആദ്യം കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ അമ്പലത്തിലേക്കാണ്. ഇന്ന് രാവിലെ ഇറങ്ങിയത് 5 മണിക്ക്. തലേ ദിവസം രാത്രി സുഹൃത്ത് പറഞ്ഞു ഒരു യാത്രയുണ്ട്, റെഡിയാണെന്ന് വാ. അപ്പം തന്നെ ഇറങ്ങി. അങ്ങനെ പറശ്ശിനിക്കടവിലെ കുറച്ച് കാഴ്ചകളാണിത്. ഇനി അങ്ങോട്ട് എന്താ യാത്ര എന്ന് ഈ മിടുക്കന്മാർ പറയും, കേട്ടോളൂ. വയനാട്ടിലെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ വയനാട്ടിലെ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക്. എവിടേക്കാ? നമ്മളിപ്പോ വാണാസുര സാഗർ ഡാം കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ. എല്ലാവരും വളരെ ഹാപ്പിയാണ്. പിള്ളേരെല്ലാം വളരെ വളരെ സന്തോഷം. അവിടുന്ന് നമ്മുടെ യാത്ര ഒരു ദിവസത്തെ ഒരു നൈറ്റ് ചെലവഴിക്കാൻ വേണ്ടി ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത്. വൈൽഡ് വയനാട് റിസോർട്ട്. അങ്ങനെ നല്ലൊരു അനുഭവങ്ങൾ തന്ന ഒരു റിസോർട്ടിലെ കുറച്ച് കാര്യങ്ങൾ. വയനാടിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് കുന്നിൻ ചെരുവിലെ ആ ഒരു തോട്ടം, ഈ തേയിലത്തോട്ടം, അതുപോലെ കാപ്പി, അതുപോലെ ഒരുപാട് അങ്ങനെയുള്ള നല്ല ക്ലൈമറ്റ്. ഈ ഒരു ചെറിയൊരു മഴയുണ്ട്. ആ സമയത്ത് കട്ടൻ ചായ എല്ലാം കുടിച്ച് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ആംബിയൻസ്. ഈ തേയിലത്തോട്ടത്തിന്റെ ഇടക്കെല്ലാം ഈ യൂക്കാലി മരങ്ങളുണ്ട്. യൂക്കാലി മരത്തിന്റെ ആ ഒരു ടേസ്റ്റ്, ആ ഒരു ഇവിടുത്തെ കാറ്റിലെല്ലാം ആ ഒരു സ്മെല്ലിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് വളരെ നല്ലൊരു മനസ്സൊന്ന് ഫ്രഷ് ആക്കുന്നൊരു ഫീലിങ്സ് ആണല്ലോ. അത് കുട്ടികളുടെ സന്തോഷം. കുഞ്ഞുമക്കളുടെ ഇങ്ങനെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്, നല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ അവരെ കളി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നിമിഷങ്ങളാണ്. പിന്നെ ശാന്തസുന്ദരമായ നല്ല കാഴ്ചകൾ, നിമിഷങ്ങൾ. നമ്മുടെ ടീംസിനൊപ്പം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല സമയങ്ങളാണ്, നല്ല നിമിഷങ്ങൾ. കൊച്ചു എന്താ പരിപാടി? വയനാട് വന്നിട്ട് ആദ്യമായിട്ട് ടെന്റിൽ കിടക്കുന്നു ഈ രാത്രി. അതെയാ, അടിപൊളി എക്സ്പീരിയൻസ് നോക്കാം നമുക്ക്. പത്തിക്കുട്ടിയുണ്ട്. അപ്പോ മൊത്തത്തിൽ വൈബാണ്. തേയിലത്തോട്ടം വൈബോട് വൈബാണ്. അപ്പോ വലിയ താഴ്വരകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു വൈബ്. നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നോക്കിയിട്ട് നാളെ രാവിലെ പറയാം എങ്ങനെയുണ്ട്. നല്ല തണുപ്പാണ്, അടിപൊളി, എന്തായാലും അടിപൊളി, സൂപ്പർ. നമ്മുടെ ടീമെല്ലാം ഉണ്ട്, എല്ലാവരും അപ്പുറം ഇപ്പുറം എല്ലാ സൈഡിലും ടെന്റിലുണ്ട്. റിസോർട്ടിലെ രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാൻ വേണ്ടി ടെന്റിലേക്ക് പോകുമ്പോൾ ഇങ്ങനൊരു കലാപരിപാടി കൂടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കിടത്തം, അത് കഴിഞ്ഞിട്ട് ആവാം ഒരു ഉറക്കം അല്ലേ. അപ്പോൾ ആ ക്യാമ്പ് ഫയറിന്റെ ഒരു സെറ്റപ്പിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ആ കലാപരിപാടിയിലേക്ക് നമുക്ക് നോക്കാം. ഏത് അതന്നെ നടക്കട്ടെ. അതായത് തീ കൂട്ടല്, തീ കായല്. നമ്മുടെ നാട്ടിൽ പറഞ്ഞാല് തീ കൂട്ടിട്ട് തീ കായല് അല്ലേ കൊച്ചുണ്ണി? അപ്പൊ തീ കായ അല്ലേ? ഓക്കെ. ഇവിടെ നമ്മ ഇങ്ങനെ ടൂറിസ്റ്റ് ആയിട്ട് നമ്മ വന്നു കഴിഞ്ഞാല് നമുക്ക് എന്ത് പറയാം, ക്യാമ്പ് ഫയർ അങ്ങനെല്ലാം പറയാം. റിസോർട്ടിലാകുമ്പോൾ നമുക്ക് ക്യാമ്പ് ഫയർ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നാണ്. ഏതായാലും ഒരു നല്ല സർവീസ് ആണല്ലേ. തീ കൂട്ടിട്ടൊന്നും തീ കായാന്ന് വിചാരിച്ചിട്ടുള്ളൂ നമ്മ. അപ്പോഴൊക്കെ എന്നതാ മ്യൂസിക് സിസ്റ്റം, പാട്ട് പാടാനുള്ള സംവിധാനം. എന്തായാലും വൈൽഡ് വയനാട്, വൈൽഡ് വയനാട് റിസോർട്ടിലെ ടീം എന്തായാലും അവരെ സർവീസ് നല്ല സർവീസ്, കുഴപ്പമില്ല. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവരറിഞ്ഞ് ചെയ്യുന്നുണ്ട് അല്ലേ. അടിപൊളിയല്ലേ, സൂപ്പർ. എങ്ങനെ ഇഷ്ടായില്ലേ? അടിപൊളിയല്ലേ? അടിപൊളി. ഹലോ, എങ്ങനെ വൈൽഡ് വയനാട്? പൊളിയല്ലേ? പൊളി. അപ്പൊ അടിച്ചു പൊളിക്കുക. ഏതായാലും നമുക്ക് ഫയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡെസ്റ്റിനേഷൻ മ്യൂസിക് പൊളി. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ. ഓ, ഇത് പട്ടാളം. പാടിയ പാട്ടിന് മുകളിലേക്ക് തന്നെ പറഞ്ഞല്ലേ എന്താക്കണം. താളം
എങ്ങനെയുണ്ട്? സൂപ്പർ ഉണ്ടാ? അത് നമുക്ക് ടെൻഷൻ ജഗൻ ഉറങ്ങി. ഓക്കേ. കിടക്കാനാവൂലേ നല്ല സ്പേസ് ഉണ്ട്, നല്ല തണുപ്പ് അടിക്കുന്നില്ല. അതുപോലെ ബ്ലാങ്കറ്റ് കാര്യങ്ങളെല്ലാം അടിപൊളി, നല്ല നീറ്റ്, സൂപ്പർ, അടിപൊളി. അപ്പോ നാളെ രാവിലെ കാലത്തെ നാളെ പണിക്ക് വരില്ല, ഞാൻ പെട്ടു. ഹലോ, രണ്ടുപേര് ഈ ടെന്റിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഒന്ന് ആര്യൻ, ഇതാ ചിരിക്കുന്നു, പിന്നെ ലച്ചുമോൾ. അവർ റൂമിലാണ് കിടന്നു തുടങ്ങിയത്. അപ്പൊ ടെന്റിന്റെ ആ ഒരു സുഖം അതിനു വേണ്ടി രാവിലെ കയറി വന്നതാണ് ഇങ്ങോട്ട്. ഏതായാലും പുറത്തെ കാഴ്ചകൾ. അങ്ങനെ അതിരാവിലെ ഒന്നും എഴുന്നേക്കാൻ വേണ്ടി പറ്റിയില്ല എന്നതാണ് വേറൊരു സത്യം. സൂര്യൻ അങ്ങ് ഉയർന്നു വന്നു. എന്തായാലും ഈ സമയത്ത് നല്ല തണുപ്പ്, പക്ഷികളെല്ലാം ഇങ്ങനെ കളകളാരവം മുഴക്കി. ഒന്ന് കവിതകളിൽ നമുക്ക് കേൾക്കുന്ന പോലെ കളകളാരവം മുഴക്കുന്ന കിളികളും ദൂരെ കിഴക്കുതിച്ച സൂര്യന്റെ പ്രകാശവും, അങ്ങനെ പഞ്ഞിക്കെട്ടുകൾ പോലെ മഞ്ഞും, അങ്ങനെ തണുത്തുറഞ്ഞ ആ ഒരു കാലാവസ്ഥ. പിന്നെ ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും യൂക്കാലി മരത്തിന്റെ ആ ഒരു നേർത്ത മണം നമ്മളിലേക്ക് ഇങ്ങനെ എത്തുന്നുണ്ട്. അതുപോലെ തേയിലത്തോട്ടത്തിന്റെ ആ പച്ചപ്പ് കണ്ണിനെ കുളിരണിയിപ്പിക്കുന്ന കാഴ്ചകളാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ഇന്ന് രാവിലത്തെ ഞാൻ. സന്തോഷമായിട്ടില്ലേ? എൻ്റെ മുഖത്തിൽ വളരെയധികം സന്തോഷം കാണുന്നില്ലേ? ഇല്ലേ? ഏതായാലും എൻ്റെ സന്തോഷം പോലെ തന്നെ എല്ലാവരിലും സന്തോഷമുണ്ട്. അടുത്ത ടെൻറ്റിൽ പോയി അവരെല്ലാം കണ്ടു. ഉറക്കമെല്ലാം വിട്ടുമാറി എല്ലാവരും ആ പ്രകൃതി ആസ്വാദനത്തിൻ്റെ നിമിഷങ്ങളിലാണ്. ആരോ ഒരാൾ ടെന്റിനകത്ത് ഉറങ്ങി എഴുന്നേക്കാൻ ബാക്കിയുണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നു. ആരാണ് അയാൾ? എഴുന്നേൽക്കൂ. ഇനി നമ്മൾ കുട്ടികളുടെ സമയമാണ്. അവരുടെ സാഹസിക പരിപാടികളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതിരാവിലെ തന്നെ അവരുടെ കലാപരിപാടിയിലേക്ക് കടന്നു. ജഗനും ലച്ചുവും കൊച്ചുവും കുഞ്ഞു ആര്യൻ, അങ്ങനെ ദേവനുണ്ട്. ദേവനിപ്പോ എത്തിയിട്ടില്ല, ദേവനും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കൂടെ കുഞ്ഞുമക്കൾ 5 പേരാണ്. യാത്രകളെന്നും ഇഷ്ടപ്പെടുന്ന പപ്പിക്കുട്ടി ഗംഗ അങ്ങനെ ആസ്വദിച്ച് ഊഞ്ഞാലാടുന്നു. അപ്പോൾ ഏകദേശം കുറച്ച് നാളത്തേക്കുള്ള പരാതികളൊക്കെ ഇതിൽ തീരും എന്ന് വിശ്വസിക്കുന്നു. വയനാടിന്റെ ചായ, തേയിലത്തോട്ടത്തിൽ ഒരുപാട് അത് ഇതിനുള്ള കടുപ്പം പോരെങ്കിൽ നമുക്ക് ഇതിങ്ങനെ എടുത്ത് കുറച്ച് ഇടുക. അപ്പോൾ ലൈവിൽ ഇങ്ങനെ ചായ കുടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. സൂപ്പർ. തേയില പച്ചക്ക് പറിച്ച് ചായ കുടിച്ചത് വലിയൊരു ഷോ ഐറ്റം മാത്രമാണ്, അത് വലിയ കാര്യമാക്കണ്ട. പക്ഷേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറാണ്, സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നത്തെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ റെഡിയായി. അങ്ങനെ എല്ലാവരും ഹാപ്പി. ഇവിടുത്തെ സർവീസിനൊക്കെ വളരെ വളരെ സന്തോഷം. അവിടെ നിന്ന് ഇറങ്ങുകയാണ് അടുത്ത സ്ഥലത്തേക്ക്.
ഗംഗ സി കെയോടൊപ്പം ശ്രീജിത്ത് പി വി. അപ്പൊ നമുക്ക് എടക്കൽ ഗുഹ അല്ലേ, എടക്കലിലേക്ക് കയറി പോവാം. അപ്പൊ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, അപ്പൊ കയറി പോവാം. വാ കാം. നമ്മുടെ യാത്രയുടെ 2ാം ദിനമാണ്, സെക്കൻഡ് ഡേ. നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വന്നത് എടക്കൽ ഗുഹയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ്. ഒരു വെറും കാഴ്ച മാത്രമല്ല, എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട, വയനാട് എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ എടക്കൽ ഗുഹ തന്നെയാണ്. അത് ഒരു പ്രകൃതിദത്തമായ ഒരു നിർമ്മിതിയല്ലേ, അതിൻ്റെ ഒരു ഇഷ്ടം അതിനോട്. അതുപോലെ ഒരുപാട് സ്ഥലം ഇഷ്ടമുള്ള സ്ഥലമുണ്ട്, എങ്കിലും പോലും കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം ഇതുപോലെ അഡ്വഞ്ചർ, ട്രക്കിംഗ്, ഒരു മൈൻഡിൽ ഒരു നല്ല ഒരു സ്ഥലം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. കരിങ്കൽ കെട്ടുകളും കുന്നും, അതുപോലെ നമുക്കൊരു എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയാം. ഏത് സമയത്തും വയനാട് പോയി കഴിഞ്ഞാൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഈ എടക്കൽ ഗുഹ എന്ന് പറയുന്നത്. ആ ഒരു കയറ്റവും ഇറക്കവും ഒക്കെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. സ്ഥലങ്ങളാണ് നമുക്ക് ഇഷ്ടം. അതെ, കഴിഞ്ഞില്ല, ഇനി മുകളിലോട്ട് പോകാനുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി വീണ്ടും അങ്ങോട്ട് മുകളിലോട്ട് കയറി പോവാം. ഓക്കെ, പോവാം. എന്തേ അടിപൊളിയല്ലേ? കൊച്ചു ജഗൻ ഇനിയും മുകളിലോട്ട് പോകേണ്ട. അങ്ങനെ ഇവിടെ ഇറങ്ങാനുള്ള വേറൊരു വഴിയുണ്ട്, ഇറങ്ങിപ്പോവാൻ. അത് ഇറങ്ങിപ്പോവാം. അപ്പോൾ ഏകദേശം മുകളിലേക്ക് എത്തിയിട്ടുണ്ട്, 3/4 ഭാഗത്തോളം ഇനിയും പോകാനുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ദൂരെ ആനപ്പാറ കാണാം. చూడండి നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ടോപ്പ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് മുകളിലേക്കും പോകാൻ വേണ്ടി സ്ഥലമുണ്ട്, പക്ഷേ നമുക്ക് അവർക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല. ഇതാണ് എല്ലാവർക്കും സേഫായി നിൽക്കാൻ പറ്റുന്നൊരു സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പണ്ട് കാലത്തെ ലിപികളും ചിത്രങ്ങളും ഒരാളെ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ദൂരെ നിന്ന് വന്ന ഒരുപാട് പേർക്ക്. നമുക്കും കാര്യങ്ങളൊന്നും വ്യക്തമല്ലെങ്കിൽ പോലും നമ്മളൊന്നും കേൾക്കാൻ കൂടുതൽ നിന്നിട്ടില്ല, പറയുന്നുണ്ട് എല്ലാവരും. അപ്പോൾ നമ്മളേതായാലും അകത്തേക്ക് കയറിപ്പോയി. ഈ ഗുഹയുടെ ഇതാണ് ഗുഹ എന്ന് പറയുന്ന ഒരു സെറ്റപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു തന്നെ വിലയിരുത്തിക്കോളൂ. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ. ഏതായാലും ഫോട്ടോ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു പരിമിതി ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് നേരിട്ട് തന്നെ എത്തി എല്ലാവരും ആസ്വദിക്കുക. അത് ഇതുവരെ പോകാത്തവർ, പോകാൻ പറ്റുന്നവർ പോയി കാണാം. അത്ര നല്ല ഒരു അനുഭവമാണ്. ഇത്രയും മുകളിലോട്ട് കയറി വന്നു, പക്ഷേ ഇതിൻ്റെ ക്ലൈമറ്റ് നമുക്ക് ചൂടൊന്നുമില്ല, നമുക്ക് ആ ഒരു തണുപ്പ് ഇവിടെ കിട്ടുന്നുണ്ട്. എന്തായാലും വളരെ വളരെ നല്ല അനുഭവം എന്ന് പറയാം. പിന്നെ ടോപ്പ് ലെവലിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റി. പിന്നെ അത് അവിടുന്ന് കാണുന്ന കുറേ ദൂരത്തേക്കുള്ള കാഴ്ച, അതിന് ഇറക്കം അതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
ഇറങ്ങി പോവാന്ന് പറയുന്നത്. ഈ വന്ന പടികളെല്ലാം കയറിയ പോലെ ഇറങ്ങാനുള്ള വഴി വേറെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇറങ്ങാൻ വേണ്ടി വേറൊരു റൂട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഈ ഒരു ഭാഗങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിൽ ഇറങ്ങാൻ വേറെ തന്നെ വഴിയുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ള വലിയ പാതയുണ്ട്. കുറച്ച് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഏതായാലും കുറച്ച് കാഴ്ചകൾ വീണ്ടും നമുക്ക് കുരങ്ങുകളാണ് ഇവിടുത്തെ താഴ്ഭാഗത്തുള്ള കുറേ അവരെ സാമ്രാജ്യം എന്ന് പറയാം. കുരങ്ങുകളുടെ സാമ്രാജ്യമാണ് ഇവിടം. തട്ടിപ്പറിച്ചെടുത്തതൊന്നും അല്ല, എന്നാലും ആരോ കൊടുത്തതാണെന്ന് തോന്നുന്നു. നന്നായിട്ട് ആസ്വദിച്ച് ഐസ് കഴിക്കുന്നുണ്ട്. ഏതായാലും ടൂറിസ്റ്റ് പ്ലേസുകളിൽ എന്തായാലും ബിസിനസ് സ്ഥാപനങ്ങളും കൂടുതലുണ്ടാവുമല്ലോ. പലതരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങൾ, ഫുഡ് ഐറ്റംസ്, അതുപോലെ കരകൗശല വസ്തുക്കൾ, ചായപ്പൊടി, കാപ്പിപ്പൊടി, അതുപോലെ എല്ലാ സാധനങ്ങളും, കരിമ്പിൻ ജ്യൂസ്, അതുപോലെ ഒരുപാട് ഐറ്റംസ്, ഫാൻസി മറ്റ് ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഐസ്ക്രീം, അതുപോലെ നമുക്ക് വേണ്ട ഒരുപാട് സാധനങ്ങളെല്ലാം. ചിപ്സ് കടയുണ്ട്. അപ്പോൾ അതിൽ ഒരു സാമ്പിൾ അല്ലേ, നമ്മൾ സാമ്പിൾ കഴിക്കാൻ വേണ്ടി തരുന്നത്. വാങ്ങിക്കോ മോനോ. ഇതാ വേണ്ട, ഇത് മിക്സ് ആക്കിയതല്ലേ, മസാല മിക്സ് ആക്കിയിട്ടുള്ള സാധനമുണ്ട്. ഇതാ ഇടക്കൽ ഗുഹ ഏറ്റവും താഴെ ഭാഗത്ത്, പാർക്കിങ്ങിൻ്റെ ഒക്കെ അടിഭാഗത്ത്, താഴെ ഭാഗത്ത്, പാർക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഭാഗത്ത് അടുത്ത് തന്നെ ഉള്ളൊരു ഷോപ്പാണിത്. വെച്ചോട്ടെ. ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. ചിപ്സ് ചെയ്താലും നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ടീംസ് എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് കഴിച്ചിരിക്കുന്നു. നമ്മളടുത്തായി വിസിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു നല്ലൊരു പാർക്കിലാണ്. നോക്കാം നമുക്ക് ഏതാ പാർക്കാന്ന്. ഇതെന്ത് പാർക്ക്, എന്ത് സംഭവം നേരത്തെ പറഞ്ഞിരുന്നത്? എവിടെ ഇത്? ഏത് പാർക്ക്? നിങ്ങൾ ആ പാർക്കിലാണ്, ഏതാന്ന് പറ. ഏതായാലും ഈ പാർക്കിൻ്റെ പേര് പറയാം. അപ്പോൾ അറിയുന്നവർ പെട്ടെന്ന് കമൻറ്റിൽ ഒന്ന് പറഞ്ഞോ. നമുക്ക് ഏതായാലും ഇവിടുത്തെ കുറേ കാഴ്ചകൾ ഒന്ന് കണ്ട് ആസ്വദിക്കാം. എന്താണ് ഇവിടെ പരിപാടി? ഓടോടിയാലോ പോയേ. നല്ല സ്പീഡ്, ശ്രദ്ധിക്കണം, തലയടിക്കും. നല്ല തലയടിക്കണം. വാ. ഹലോ മാഡം, ഇതിൽ കുട്ടികൾക്ക് കയറണമെങ്കിൽ കാശ് കൊടുക്കണം മാഡം. എനിക്ക് തോന്നുന്നേ ഇതിൽ ക്യാഷ് കൊടുക്കണം. എന്നോട് ചോദിക്കുന്നത് എന്നെ പിടിക്കണം. ഓക്കെ. എനിക്ക് തോന്നുന്നത് ഇവിടെ ക്യാഷ് കൊടുക്കാതെ പോകാൻ ഒരു സാധനം ഇതൊന്നും ഇറങ്ങിയത്. അതെ. ഇതേത് പാർക്ക് മാഡം? സാർ ഇത് മാഡം, സാർ ഇത് എവിടെ പാർക്ക്? ഇത് നല്ല പാർക്ക്.
അപ്പോ നമ്മൾ വയനാട് വന്ന് നല്ലൊരു പാർക്കിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ പൈസ കൊടുക്കാതെ കേറാൻ പറ്റിയ എല്ലാത്തിനും പൈസ കൊടുക്കണം. പൈസ ഇതിനാണ് ഏറ്റവും കൂടുതൽ കാശ് ചെലവില്ല. പാർക്കിന് പേരില്ല, തൽക്കാലം വേണമെങ്കിൽ രായപ്പൻ പാർക്ക്. ഓക്കെ, പക്ഷെ അടിപൊളി ഉണ്ട് രായപ്പൻ പാർക്ക്. നമ്മൾ ഈ വന്നിരിക്കുന്ന പാർക്കിന്റെ പേര് കാരാപ്പുഴ മെഗാ ടൂറിസം പാർക്ക്. കാരാപ്പുഴ ഡാം അതിനോട് ചേർന്നിട്ടുള്ള ഒരു പാർക്ക് സൗകര്യം ഒരുക്കിയിട്ടുള്ളതാണ്. വളരെ വലിയ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്നൊരു പാർക്ക്. അതുപോലെ തന്നെ ഇതിൽ സിപ്പ് ലൈൻ, ഇതുപോലെ അഡ്വഞ്ചർ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതാണുള്ളത്. ഏതായാലും ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതല്ല, എന്തായാലും പോവില്ല. അത് ഭയങ്കര കേട്ടല്ലേ. ആ, ആളുകൾ രണ്ടുപേരും കൂടെ വരുന്നുണ്ട്. നോക്കാം നമുക്ക്. ആ, രണ്ടാളെ ഒപ്പത്തിനൊപ്പം രണ്ടുപേരും വരുന്നുണ്ട്. അതാ നല്ല കരയുന്നു. രസം. വീഡിയോ എടുക്കുന്നുണ്ടോ? അടിപൊളി 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 സൂപ്പർ. കുഞ്ഞുണ്ട്. അപ്പോഴായിരിക്കും പേടിച്ചിട്ടുണ്ടാവില്ലേ തട്ടുമ്പോ. ആ, ഇതാണ് സ്റ്റോപ്പ്. അടിപൊളി. നമ്മളൊന്നും ജസ്റ്റ് വിസിറ്റ് ചെയ്യുക എന്ന് മാത്രം വളരെ ഉദ്ദേശമാണ്. ഈ റൈഡുകളിലൊന്നും നമ്മൾ കയറാൻ വലിയ താല്പര്യപ്പെട്ടില്ല, നമ്മുടെ ടീംസ് ആരും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ കാഴ്ചകളൊക്കെ കണ്ട് ഡാമും ഇതിലെ റൈഡും എല്ലാം കണ്ട് ഇങ്ങനെ നടന്നു. പക്ഷെ താല്പര്യമുള്ള ഒരാള് ഭയങ്കര കുഴപ്പമാക്കിയിട്ട് നമ്മളോട് പിണക്കമാണവൻ, പിണങ്ങി നിൽക്കുന്ന ഒരാളുണ്ട്. പക്ഷേ ഏതായാലും കുഴപ്പമില്ല, അവന് താല്പര്യമല്ലേ, നമുക്ക് ആ റൈഡിലൊന്ന് അവന് കയറ്റി വിടാം, സിപ്പ് ലൈനിൽ ഊഞ്ഞാലാട്ടി കയറ്റി വിടാമെന്ന് വിചാരിച്ചു. ഒന്ന് അവർ സമീപിച്ചു, പക്ഷെ നടന്നില്ല. നോക്കാം നമുക്ക് എന്താ പ്രശ്നം. കൊച്ചോന് വെയിറ്റ് കൂടുതലായതുകൊണ്ട് ആ ഒരു അഡ്വഞ്ചറിൽ സിപ്പ് ലൈനിൽ പോകാൻ പറ്റുന്നില്ല. ആദ്യം കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു, കരഞ്ഞ് മെഴുകിയിരുന്നു പോകാൻ വേണ്ടിട്ട്. പക്ഷേ എങ്ങനെ എന്താ ജഗനു ഏട്ടനെന്താ പോകാൻ? സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടി വളരെ ആഗ്രഹിച്ച കൊച്ചുണ്ണിക്ക് പക്ഷേ അതിന് കയറാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അവന് 35 കിലോ വെയിറ്റ് വേണം. അതിന് മുകളിലുണ്ടെങ്കിൽ മാത്രമേ ഈ റൈഡിൽ പോകാൻ പറ്റൂ. അങ്ങനെ അടുത്ത പ്രാവശ്യം വരാം, അല്ലെങ്കിൽ അടുത്ത എവിടെയെങ്കിലും പറ്റുന്ന സ്ഥലത്ത് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മങ്ങനെ യാത്ര വീണ്ടും തുടരുകയാണ്. കൊച്ചുണ്ണിയുടെ ആഗ്രഹം നടന്നിട്ടില്ലെങ്കിലും നമ്മളെല്ലാവരും ഇങ്ങനെ അടിച്ചു പൊളിച്ച് അവിടുന്ന് യാത്ര തിരിച്ചു. അവൻ്റെ ആഗ്രഹം എന്തായാലും നമുക്ക് നിറവേറ്റി കൊടുക്കണം, ഇന്നല്ലെങ്കിൽ നാളെ. ആ ഒരു ഉറപ്പ് കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ ആഘോഷത്തിലാണ്. ഈ ഒരു ആഘോഷം നമ്മളെ തിരിച്ചു വരുന്ന, ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട ഒരു പരിപാടിയാണ്. എല്ലാവരും വളരെ വളരെ ഹാപ്പി ആയിട്ട് എൻജോയിങ്ങിലായിട്ടുള്ള മൂഡിലാണ്, ഫുൾ വൈബിൽ. അപ്പോൾ ഏതായാലും ഈ ഒരു ആഘോഷം, ഈ ഒരു ടീംസ്, നമുക്ക് ട്രിപ്പിന് പോകാൻ പറ്റിയ നല്ലൊരു ടീമായിരുന്നു എല്ലാവരും. എൻ്റെ പ്രിയപ്പെട്ട ചങ്ക് ബ്രോ പ്രജിത്ത്, അവൻ്റെ ഒരു കെയർ ഓഫിൽ അവൻ്റെ ഒരു കമ്പനി ടീംസിൻ്റെ കൂടെയായിരുന്നു യാത്ര. അതുപോലെ തന്നെ ബജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു എന്ന് പറയാം ഒന്ന്. പിന്നെ അതുപോലെ വൈബിന് ഒരു കുറവില്ല, എൻജോയിങ് ആയിരുന്നു. കണ്ണൻ ബ്രോ വളയം പിടിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ ബ്രോ ആണെങ്കിലും കൂടെയുള്ള എല്ലാവരും, പിന്നെ കുട്ടികൾ, നമ്മുടെ കുട്ടികളെല്ലാം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഒരു അനുഭവങ്ങൾ, നല്ല സന്തോഷകരമായ കുറച്ച് നിമിഷങ്ങൾ എന്ന് പറയാം. അത് അവരിലും നമുക്കും പിന്നെ കൂടെ എല്ലാവർക്കും വളരെ സന്തോഷമായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ടീമിൻ്റെ കൂടെ അല്ലെങ്കിൽ ടീമിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അത് ഇതുപോലെ ഇനിയും യാത്രകൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ എല്ലാവരോടും